ഇന്നും ഇന്നലെയും തുടങ്ങിയ യുദ്ധമല്ല, ഏകദേശം 10 വർഷത്തോളം നീണ്ടു നിന്നുകൊണ്ടിരിക്കുന്ന ഒരു ബ്രഹ്മാണ്ഡ പോരാട്ടം. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ചരിത്രത്തിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മാച്ച് എന്ന് ആരാധകർ വിളിച്ചോതിയ പോരാട്ടം. ഈ കളികൾക്ക് മുമ്പും ശേഷവും ഒരുപോലെ ആരാധകർക്ക് പറയാനുണ്ടാവുക പ്രതികാരത്തിന്റെ കഥകൾ മാത്രമാണ്. അങ്ങ് കൊൽക്കത്തയുടെ മധ്യത്തിൽ നിന്നും 2014 തുടങ്ങിയ തേരോട്ടം ഇന്നും അതേ ഗാംഭീര്യത്തോടെയും വാശിയോടെയും നിലനിർത്തുന്ന ഒരേ ഒരു ടീം. കെട്ടണക്കാത്ത ആവേശം കൈമുതലാക്കിയ വൺ ഓഫ് ദ ബെസ്റ്റ് ക്ലബ് ഓഫ് ISL, മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്. ബഗാൻ കടുവകളെ നേരിടുന്നതാവട്ടെ ISLലെ ഏറ്റവും വലിയ നിർഭാഗ്യവന്മാരുടെ ടീം, ഏറ്റവും വലിയ ആരാധക കൂട്ടത്തിൻ്റെ ടീം, തളരാൻ മനസ്സില്ലാത്തവരുടെ ടീം, കേരളത്തിൻ്റെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സ്. So here began another part of the battle, the Indian El Clasico. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്, ഇവരുടെ രണ്ടാം പാദത്തിലെ ആ ഒരു യുദ്ധസമാനമായിട്ടുള്ള പോരാട്ടത്തിന് വേണ്ടിയിട്ട് കൊച്ചി കലൂർ സ്റ്റേഡിയം ഒരുങ്ങി തയ്യാറായി നിൽക്കുകയാണ്. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഒരു പ്രീ മാച്ച് ടോക്കിങ്ങും പ്രഡിക്ഷൻ ലൈനപ്പും കാര്യങ്ങളൊക്കെയാണ്. സോ നമ്മൾ വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണ് ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. ഈ മത്സരത്തിൻ്റെ ആദ്യ പാദത്തിലെ ATK മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ കേരള ബ്ലാസ്റ്റേഴ്സ് FC അവരുടെ തട്ടകത്തിൽ പോയിട്ടാണ് പരാജയപ്പെടുത്തിയിട്ടുള്ളത്. അന്ന് ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത് ദിമിത്രിയോസ് ദേമന്തകോസാണ്. ബട്ട് ഇന്നത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് FCയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഫോമിലല്ല നമ്മുടെ ടീം തുടരുന്നത് എന്ന് വേണം പറയാൻ. അതുമാത്രമല്ല, നേരിടാൻ പോകുന്നത് ISLലെ തന്നെ ഏറ്റവും നല്ല കരുത്തരായിട്ട് തിരിച്ചു വന്നിട്ടുള്ള മോഹൻ ബഗാൻ സൂപ്പർ ജയൻറ്റിനെയാണ്. ടേബിളിൽ ശക്തരായിട്ടാണ് ബഗാൻ പിടിച്ചു നിൽക്കുന്നത് തന്നെ. കഴിഞ്ഞ ചില മത്സരങ്ങളിലെ പരാജയവും സമനിലയും തിരിച്ചുവരവും എല്ലാം കൂടെ ചേർന്നിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു തലവേദനയാണ്. കാരണം എങ്ങനെയായിരിക്കും ഈ മത്സരം മുമ്പോട്ട് കൊണ്ടുപോവുക എന്ന് പറയാനായിട്ട് പറ്റില്ല. ഗോവയെ എതിരായിട്ടുള്ള ആ ഒരു മത്സരത്തിൽ കൊച്ചിയിൽ നമ്മൾ തിരിച്ചു വന്നെങ്കിലും ഈ മത്സരം കളിക്കുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻറ്റിനോടാണെന്ന് ഓർക്കേണ്ടത് ഒരു നല്ലതായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഏറ്റവും നല്ല അഡ്വാൻറ്റേജായി തോന്നുന്ന ഒരു കാര്യം അതുതന്നെയാണ്. അതായത് കലൂറിലാണ് കളി നടക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തട്ടകാണ്, അതായത് മഞ്ഞപ്പട എന്ന് പറയുന്ന ആ ഒരു ഗ്യാങ് ഉള്ളിടത്തോളം കാലം ആ ടീം തളരൂല എന്നുള്ളത് ഉറപ്പാണ്. ഈ ഒരു കാര്യം കേരള ബ്ലാസ്റ്റേഴ്സിന് നല്ല രീതിയിൽ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഡിഫൻസ് ലൈനിലേക്ക് വരുമ്പോൾ നവോച്ച സിംഗ് എന്ന് പറയുന്ന ആ താരത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. 4 യെല്ലോ കാർഡിൻ്റെ സസ്പെൻഷൻ മൂലം ഈ മത്സരത്തിൽ നവോച്ച സിംഗ് പന്ത് തട്ടുന്നതായിരിക്കില്ല. ഇതുകൊണ്ട് തന്നെ ഡിഫൻസിലേക്ക് നല്ല രീതിയിലുള്ള ഒരു കെട്ടുപണികൾ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തേണ്ടി വരും. കാരണം മറുഭാഗത്തുള്ളത് ദിമിത്രിയോസ് പെത്രത്തോസിനെ പോലെയുള്ള താരങ്ങളാണ്. ജെയ്സൺ കൊമ്മിങ്സ്, അതുപോലെ ലിസ്റ്റൻ കൊളാസോ, മൻവീർ സിംഗ്, ഈ 4 താരങ്ങളും ഇടിമിന്നൽ വേഗത്തിൽ ബോക്സിലേക്ക് ഇരച്ചു കയറുമെന്നുള്ളത് പറയേണ്ട കാര്യം തന്നെ ഇല്ലല്ലോ. അതായത് എന്തായാലും അങ്ങനെ സംഭവിക്കുമെന്നുള്ളതാണ് അർത്ഥം. അതുകൊണ്ട് ഡിഫൻസ് ലൈനിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഏറ്റവും കൂടുതൽ മുതൽക്കൂട്ടാവുന്ന ഒരു സംഭവമാണ്. ഇനി നമ്മൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻറ്റിൻ്റെ അടുത്തേക്കൊന്ന് വരുമ്പോൾ അവരുടെ ഒരു കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തിരിച്ചുവരവ് തന്നെയാണ് ഈ ഒരു സീസണിൽ ISL അവർ നടത്തിയിട്ടുള്ളത്. ഒരു പ്രതികാര പോരാട്ടത്തിനായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിനെതിരായിട്ടുള്ള ഈ ഒരു മത്സരത്തിൽ കൊച്ചിയിലേക്ക് അവർ വണ്ടി കയറുക. പിന്നെ അവരുടെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് ആയിട്ടുള്ളത് അവരുടെ കോച്ചായിട്ടുള്ള ആൻ്റോണിയോ ലൂപ്പസ് ഹബാസാണ്. ഹബാസിൻ്റെ വരവോടുകൂടി ആ ഒരു പഴയ പ്രതാപം വീണ്ടെടുത്തു കൊണ്ടിരിക്കുകയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻ്റ് എന്ന് പറയുന്ന ടീം. അവരുടെ മധ്യനിരയിലെ ജോണി കൗക്കുവിൻ്റെ ആധിപത്യവും ഇതുപോലെ തന്നെ പുറത്ത് കാണിക്കുന്നുണ്ട്. അതേ ബോക്സുകളിലേക്ക് നൽകുന്ന ആ ഒരു പന്തുകളൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ അവരുടെ സ്ട്രൈക്കേഴ്സിന് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു താരത്തിൻ്റെ കടന്നുവരവോടുകൂടി തന്നെ ഒരു പഴയ പ്രതാപം വീണ്ടെടുത്തു കൊണ്ടിരിക്കുന്ന ഒരു ടീം തന്നെയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് എന്ന് പറയുന്നത്. മധ്യനിര എന്ന് പറയുന്നത് മോഹൻ ബഗാനെ സംബന്ധിച്ചിടത്തോളം ഈ സീസണിലെ തന്നെ ഏറ്റവും നല്ല മധ്യനിരയിൽ ഒന്നാണ് അവരുടേത്. ഒന്നാമത് മലയാളി താരമായിട്ടുള്ള നമ്മുടെ സ്വന്തം താരമായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരം സഹൽ അബ്ദുസമദ്. സഹൽ എങ്ങനെയായിരിക്കും കൊച്ചിയിൽ കളിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. സഹൽ അബ്ദുസമദിനെ കൂടാതെ ജോണി കൗക്കു, അതുപോലെ തന്നെ അനുരുദ്ധ് താപ്പ, പെത്രത്തോസ്, ഈ 4 താരങ്ങളും മധ്യനിരയിലെ ആധിപത്യം തീർച്ചയായിട്ടും വീണ്ടെടുക്കുക തന്നെ ചെയ്യും. പിന്നെയുള്ളത് മുന്നേറ്റ നിരയാണ്. മുന്നേറ്റ നിരയിലെ ജെയ്സൺ കൊമ്മിങ്സിൻ്റെയും ലിസ്റ്റൻ കൊളാസോയുടെയും മൻവീർ സിംഗിൻ്റെയും പ്രകടനം അസാധ്യമായിരിക്കും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട.
സോ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ട്രൈക്കേഴ്സ് തന്നെയാണ് മോഹൻ ബഗാൻ്റെ അടുത്തുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഡിഫൻസ് നല്ല കട്ടക്ക് സ്ട്രോങ്ങിൽ നിൽക്കണം എന്നുള്ളത് തന്നെയാണ് ഒരു വാസ്തവമായിട്ടുള്ള കാര്യം. ലെസ്കോവിച്ചിൻ്റെ അഭാവം ഈ ഒരു മത്സരത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഞാൻ ലെസ്കോവിച്ചിനെ എൻ്റെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്ത് തന്നെ വന്നാലും കൊച്ചി എന്ന് പറയുന്നത് എതിരാളികൾക്ക് ഒരു നരകം തന്നെയാണ്. അത് കേരള ബ്ലാസ്റ്റേഴ്സ് പലതവണ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസരം തന്നെയാണ് ഈ സീസണിലെ കഴിഞ്ഞ ഏതാനും മത്സരങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ഈ ഒരു പ്രഡിക്ഷൻ ലൈനപ്പിലേക്കൊന്ന് പോവാം. ഇതിൻ്റെ പ്രഡിക്ഷൻ ലൈനപ്പാണ്. നിങ്ങളുടെ പ്രഡിക്ഷൻ ലൈനപ്പ് നിങ്ങൾക്ക് അടിയിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണ് ബെല്ലൊക്കെ നിൽക്കുക. സ്കോർ പ്രഡിക്ഷനും കൂടെ നിങ്ങളൊന്ന് അടിയിൽ കമൻറ്റ് ചെയ്യാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അവരുടെ സ്ക്വാഡായിട്ട് കൊടുത്തിട്ടുള്ളത്, അതായത് ആ ഒരു 11 ആയിട്ട് കൊടുത്തിട്ടുള്ളത് കരൺജിത്ത് സിംഗ് തന്നെയായിരിക്കും ഗോൾ കീപ്പറായിട്ടുണ്ടാവുക. അതുപോലെ ഡിഫൻസ് നിലയിലേക്ക് വരുമ്പോൾ മിലോസ് റിൻസിച്ച്, പ്രീതം കോട്ടാൽ, സന്ദീപ് സിംഗ് ആൻഡ് പ്രബീർ ദാസ്, ഈ 4 താരങ്ങളുമായിരിക്കും ഡിഫൻസ് നിരയിലുണ്ടാവുക. ഇനി മിഡ്ഫീൽഡിലേക്ക് മധ്യനിരയിലേക്ക് വരുമ്പോൾ ഡൈസുക സക്കായ്, ജിക്സൺ സിംഗ്, വിപിൻ മോഹനൻ ആൻഡ് മുഹമ്മദ് ഐമൻ, ഈ 4 താരങ്ങളും കട്ടക്ക് പിടിച്ചു നിൽക്കുന്ന ഒരു ടീം തന്നെയാണ്. ഞാൻ എൻ്റെ ഒരു പ്രഡിക്ഷനിൽ ഇതാണ് കൊടുത്തിട്ടുള്ളത്. അസറിനെയും നമുക്കിവിടെ ഓപ്ഷനായിട്ട് ഉപയോഗിക്കാം. ബട്ട് നമ്മുടെ സ്ട്രൈക്കേഴ്സ് ആയിട്ടുള്ളത് ഫെഡോർ ചെർണിച്ച് ആൻഡ് ദിമിത്രിയോസ് ദേമന്തക്കോസ്, ഈ 11 താരങ്ങളായിരിക്കും കളിക്കളത്തിലേക്ക് കളിക്കാനായിട്ട് പോവുക. ഇതിൻ്റെ ഒരു പ്രഡിക്ഷൻ മാനിച്ചിട്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ 3-4-3 എന്ന് പറയുന്ന ഫോർമേഷനാണ് അവർ ഏകദേശം കഴിഞ്ഞ 3 മത്സരങ്ങളിലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിശാൽ കെയ്ത്ത് ഗോൾ കീപ്പർ, ഡിഫൻസ് ലൈനിലേക്ക് വരുമ്പോൾ അൻവർ അലി, എക്ടർ യൂസ്റ്റെ, സുഭാഷിഷ് ബോസ് എന്ന് പറയുന്ന 3 താരങ്ങളും അവരുടെ ഡിഫൻസ് ലൈനിലുണ്ടാവും. ഇനി മധ്യനിരയിലേക്ക് വരുമ്പോൾ 4 താരങ്ങളായിട്ട് ദിമിത്രിയോസ് പെത്രദോസ്, അനുദിത് താപ്പ, അതുപോലെ ജോണി കൗക്കു, പിന്നെ നമ്മുടെ സ്വന്തം സഹൽ അബ്ദുസമദ് എന്ന് പറയുന്ന ആ ഒരു താരം കൂടെ അവരുടെ ആ ഒരു മധ്യനിരയിലുണ്ടാവും. സ്ട്രൈക്കിംഗ് പൊസിഷനിലേക്ക്, അതായത് ഫോർവേഡ് നിരയിലേക്ക് വരുമ്പോൾ ലിസ്റ്റൻ കൊളാസോ ആൻഡ് മൻവീർ സിംഗ്, ജേസൺ കമ്മിൻസ്, ഈ 11 താരങ്ങളായിരിക്കും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ ആ ഒരു നിരയിലും കളിക്കാനായിട്ട് പോവുക. സോ എന്താണ് നിങ്ങളുടെ പ്രഡിക്ഷൻ, സ്കോർ, പ്രഡിക്ഷൻ ലൈനപ്പ് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ വിടുന്ന വീഡിയോകളൊക്കെ, ബാക്കിയുള്ള വീഡിയോകളൊക്കെ കാണാനായിട്ട് ശ്രമിക്കുക. സോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല വീഡിയോസും നമ്മൾ കണ്ടുകൊണ്ടിരിക്കും.